മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവരാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയ്ക്ക് വേണ്ടി നിങ്ങൾ അല്പം സമയം കൂടി കാത്തിരിക്കണം. മാഡം നമുക്ക് വേണ്ടി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ആ അത് ശരിയാ. മേഡം നമുക്ക് തരുന്നത് പോലെ നമ്മളും അവർക്ക് തിരിച്ചു കൊടുക്കണം. പക്ഷെ മേഡം എങ്ങനെ നമ്മുടെ പാത്രത്തിൽ പാല് കുടിക്കും? അവര് ഗ്ലാസ്സിലല്ലേ പാല് കുടിക്കുന്നത്? എടാ മണ്ട, നീ എന്താ കഴുതയാണോ? അത് ശരി. അപ്പൊ മേഡം നമ്മുടെ പാത്രത്തിൽ തന്നെ പാല് കുടിക്കുമല്ലേ? പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഒന്ന് മിണ്ടാതിരിക്കണടാ. അതിന്റെ അർത്ഥം മാഡത്തിന് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ അവർ സന്തോഷിക്കും. പക്ഷേ സർപ്രൈസ് ആയിരിക്കണം. എന്ത് കൊടുക്കും? നാരങ്ങ മിഠായി മേടിച്ച് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കാം. എങ്ങനെയുണ്ടാവും സർപ്രൈസ്? ഈ സർപ്രൈസ് ഇപ്പൊ എങ്ങനെയുണ്ട്? വേണ്ട ബണ്ണി, ഹണി. ഇതെല്ലാം നിർത്തിക്കോളൂ. മേഡത്തിന് സർപ്രൈസ് ആണ് കൊടുക്കേണ്ടത്, അല്ലാതെ ഷോക്ക് അല്ല. സംശയമുണ്ടോ? മനസ്സിലായോ? ഇതാണ് സ്വർണ്ണ മുട്ടയിടുന്ന കോഴി. അതെ, ഇത് സത്യമാണ്. ഇതാണ് സ്വർണ്ണ മുട്ടയിടുന്ന കോഴി. ഈ കോഴി നിങ്ങൾക്കായി തരുന്നു സ്വർണത്തിലുള്ള മുട്ട. സ്വർണ്ണ മുട്ടയിടുന്ന കോഴിയാണെന്ന് കണ്ടുപിടിക്കാൻ ചില മാർഗങ്ങളുണ്ട്. അതായത് അതിന്റെ വാലിന്റെ ഭാഗത്ത് ഒട്ടിച്ചിരിക്കും ഈ ഗ്രീൻ ഹാൾമാർക്ക്. എടാ, ഈ സർപ്രൈസ് കൊടുത്ത എങ്ങനെ ഇരിക്കും? പക്ഷെ ഈ ടിവി യഥാർത്ഥത്തിൽ മാഡത്തിന്റെ തന്നെയാണല്ലോ. എടാ, ഇവൻ സ്വർണ്ണ മുട്ടയിടുന്ന കോഴിയെ കുറിച്ചാ പറയുന്നേ. പക്ഷെ ആ കോഴിക്ക് ടിവി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലേ മേഡം നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? മിണ്ടരുത്. നിന്റെ തലയിൽ ആൾ താമസം ഇല്ലേ? നമ്മൾ മേഡത്തിന് ആ സ്വർണത്തിന്റെ മുട്ട സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നീ വാ, നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം. വാ. അളിയ, ഈ സ്വർണത്തിന്റെ മുട്ട എവിടെയാ കിട്ടുക? എന്റെ പോക്കറ്റില്. മുട്ട പോക്കറ്റിലുണ്ടെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്? എന്തൊക്കെയാണേലും ഹണി പറഞ്ഞത് ശരി തന്നെയാ. അല്ല, ഈ സ്വർണ്ണമുട്ട എവിടെ കിട്ടും? വലിയാടുകളെ കിട്ടിയിരിക്കുക. കലക്കം പാർട്ടി തന്നെയാ ഇന്നത്തെ ദിവസം. കുശാൽ പറഞ്ഞതല്ലേ, അവന്മാര് വലിയ പാർട്ടി തന്നെയാ. പക്ഷെ ഇന്ന് നീ വെറും 2 സ്വർണ്ണമുട്ട മാത്രം തരുമെന്നല്ലേ പറയുന്നത്? ഞാൻ പറയുന്നു കേക്ക്. നാളെ ന്യൂയോർക്കിൽ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും നാളെ തന്നെ പോകും. ശരി ശരി, ആ സ്വർണ്ണമുട്ടകൾ വെച്ച് ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യാന്നേ. അതെ എന്റെ സോന, എന്റെ ചക്കരയെ അവിടെ സ്വർണത്തിന് നല്ല വില കിട്ടുമെന്നേ. അവിടെ പോയിട്ട് നമുക്ക് 2-ന് 4-ഉം 4-ന് 8-ഉം ആക്കാന്നേ. ഹലോ, നിങ്ങൾ എന്തിനാ എന്റെ വഴി മുടക്കി നിൽക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങയുടെ മുട്ട വേണമായിരുന്നു. എന്തോന്ന്? എന്റെ മുട്ടയോ? എടാ, ഞാൻ പൂവനാ, പൂവൻ കോഴിയാ. ഞാൻ മുട്ടയൊന്നും ഇടില്ല. അല്ലല്ല, ഞങ്ങൾ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, അതായത് സ്വർണ്ണ മുട്ട. നിങ്ങളെന്താ ആളെ കളിപ്പിക്കുക? സ്വർണ്ണമുട്ടയാണോ നിങ്ങൾക്ക് വേണ്ടത്? അത് സ്വർണ്ണമുട്ടയാണേ, അല്ലാതെ മുക്കുവണ്ടൊന്നുമല്ല. 10,000 രൂപ കണ്ണി കാണിച്ച മാത്രമേ മുട്ട കിട്ടൂ. അപ്പൊ ആ കോഴി 10,000 രൂപ കാണാതെ സ്വർണ്ണമുട്ട ഇടില്ലേ? അവളിടുവായിരിക്കും, പക്ഷെ ഞാൻ മുട്ട തരില്ലല്ലോ. കാരണം ഇതൊക്കെ ബിസിനസിന്റെ എത്തിക്സാ. മനസ്സിലായോ? പറഞ്ഞോ, 10,000 രൂപ റെഡിയാണോ? എടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അതേടാ, എന്തായാലും മാഡത്തിന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ആ ആ സ്വർണ്ണമുട്ട വേണമല്ലേ? തരാം മക്കളെ, തരാം. ഇനി എത്ര ദൂരം നടക്കേണ്ടത്? എത്തി, നമ്മൾ അടുത്തെത്തി. ഇതാണ് ആ വീട്. ഇന്ന് നിന്റെ 5 രൂപയുടെ മുട്ട ഞാൻ 5,000 രൂപയ്ക്ക് വിൽക്കാൻ പോവാ. നീ വാ, തുടങ്ങിക്കോ. ഇപ്പൊ തന്നെ നിന്റെ ഡ്രാമ തുടങ്ങിക്കോ. മൈ ഡിയർ സോന, നീ എന്താ ഈ കാണിക്കുന്നേ? നീ എവിടെ വേണമെങ്കിലും മുട്ടയിട്ടോ, കുഴപ്പമില്ല. ഇത് അതേ കോഴി തന്നെയല്ലേ? വേഗം വാ.
സോന സോന എഴുന്നേക്ക്, എന്താ പറ്റിയത് നിനക്ക്? ഇതൊന്ന് നോക്ക്, ഇന്ന് നീ 4 മുട്ടയാണ് തന്നിരിക്കുന്നത്. 4. ആരെങ്കിലും എന്റെ സോനയെ ഒന്ന് രക്ഷിക്കാൻ വരണേ. നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തേ മതിയാവൂ. ആ ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം. ബോധമില്ലല്ലോ, നമുക്ക് വെള്ളം ചായയൊക്കെ പിന്നെ കൊടുത്താ പോരെ? എടാ കഴുതേ, അവൻ വെള്ളം കൊണ്ടുവരുന്നത് മുഖത്ത് തെളിക്കാൻ വേണ്ടിട്ടാ. സോന, നിനക്ക് എന്താ സംഭവിച്ചത്? എഴുന്നേക്ക് എഴുന്നേക്ക് സോന, എഴുന്നേക്ക്. വന്നു വന്നു, ഇതാ ബോധം വന്നു. ബോധം വന്നു, സോനയ്ക്ക് ബോധം വന്നു. നിങ്ങളാണ് എന്റെ സോനയെ രക്ഷപ്പെടുത്തിയത്. വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്തത്. പറയൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു സഹായം ചെയ്തിട്ട് അതിന് പ്രതിഫലം ചോദിക്കാനേ പാടില്ല. എന്നാലും ഞങ്ങൾക്ക് സ്വർണ്ണമുട്ട വേണമായിരുന്നു. അത് ഞങ്ങളുടെ മാഡത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാ. അതെ സംശയട്ടോ. സത്യം പറഞ്ഞ എന്റെ മനസ്സ് നിങ്ങൾക്ക് എല്ലാ മുട്ടയും തരാൻ പറയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, നേരത്തെ തന്നെ എല്ലാ മുട്ടകളും മാർക്കറ്റിൽ കമ്മിറ്റ് ആയിപ്പോയി. ബക് ബക്, ഇനിയിപ്പോ എന്താ ചെയ്യാ? പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇതിൽ നിന്നും 1 മുട്ട നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് തരാം. മാർക്കറ്റിൽ ഇതിന്റെ വില 10000 രൂപയാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് അത് 5000 രൂപയ്ക്ക് തരാൻ കഴിയുമല്ലോ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ ഇപ്പൊ വരാം. ഇതാ നിങ്ങൾ ചോദിച്ച 5000 രൂപയുണ്ട്. മാഡത്തിന് നമ്മൾ സ്വർണ്ണമുട്ട കൊടുക്കുമ്പോ മാഡം ഒരുപാട് സന്തോഷിക്കും. മേഡത്തിന് മുട്ട ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. കോഴിക്ക് ബോധം വന്നത് ഞാൻ കാരണ. ഗിഫ്റ്റ് ഞാൻ കൊടുക്കും, മനസ്സിലായോ? മാഡത്തിന് മുട്ട ഞാൻ കൊടുക്കും. തിന്നു തിന്നു, 5000 രൂപയുടെ മുട്ട അവൻ തിന്നു. ഈ ഗിഫ്റ്റ് ഇനി ഞാൻ മാഡത്തിന് നൽകും. ഓയ്. ഓയ്. എന്റെ അമ്മച്ചി. ആ കൊള്ളാമല്ലോ, പാല് പോലും സ്വർണ്ണായി മാറി. അവൻ നമ്മളെ മണ്ടനാക്കി. ആ കള്ളനെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളിങ്ങനെ 5000 രൂപ കൊടുത്ത് ഈ മുട്ട വാങ്ങിയ കാര്യം മാഡം എങ്ങനെ അറിയുകയാണെങ്കിൽ നമ്മളെ എല്ലാരെയും മാഡം മുൾമുനയിൽ നടത്തും. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ ഒരിക്കലും ആ മുട്ടക്കാരെ വെറുതെ വിടില്ല. സംശയട്ടോ? ഹലോ തോതാറാം. ഒന്നിന് പകരം 4 മണ്ടന്മാരെ കിട്ടി. ഒരു മുട്ട 5000 രൂപയ്ക്ക് ഞാൻ വിറ്റു. അത് നന്നായി. ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ മുട്ടയിടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ആ, ഈ പൈസ കൊണ്ട് നമുക്കൊരു പോൾട്രി ഫാം തുടങ്ങാം. 10000 കോഴികളെ വാങ്ങിച്ച് വളർത്തും. 10000 കോഴിക്ക് 1,00,000 മുട്ട. 1,00,000 മുട്ടയ്ക്ക് 1,00,000 ഓംലെറ്റ്. പിന്നെ ഓംലെറ്റിന്റെ കൂടെ കഴിക്കാനുള്ള ബ്രെഡും ഞാൻ തന്നെ ഉണ്ടാക്കും. ലോകം എന്നെ ഓംലെറ്റിന്റെ രാജാവെന്നും ബ്രെഡിന്റെ ഭാഷയെന്നും വിളിക്കും. 1 വെച്ചാൽ 4 എടുക്കാം. ഇനി 4 വെച്ച് 8 എടുക്കണം. നിക്കടാ, എന്റെ കൂട്ടുകാർക്ക് നീ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമുട്ട കൊടുത്ത് ബ്രെഡിന്റെ ഭാഷയും ഓംപ്ലേറ്റിന്റെ രാജാവും ആവും അല്ലേ നീ? എടാ, ഞങ്ങളുടെ പൈസ തിരിച്ചു തന്നേക്ക്. അത് ശരി, അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയല്ലേ? കുഴപ്പമില്ല. എനിക്ക് 1-നെ 4 ആക്കാനും 4-നെ 8 ആക്കാനും വളരെ നന്നായിട്ട് അറിയാം. എന്താ മനസ്സിലായോ? ആർക്കൊക്കെ എന്റെ കൈ നടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? മുന്നോട്ട് വരാം. മുന്നോട്ട് പോ. അത് ശരി, അപ്പൊ തല്ലുന്ന വീരനല്ലേ നീ? എന്നെ തല്ലേ. ആയ് ഛാ. ഓ ഛാ. കഴിഞ്ഞല്ലോ, ഇനി ഞാൻ തുടങ്ങാം. റെഡി ആയിക്കോ. ഞാൻ സറണ്ടർ ആവുകയാണ്. എനിക്ക് മാപ്പ് തരൂ. സോറി. ഞങ്ങളുടെ പൈസ തിരിച്ചതാ. ഇതാ നിങ്ങളുടെ പൈസ. ഇനി ഞങ്ങളുടെ കണ്ണിൽ പെട്ടു പോകരുത്. നോക്ക,
ഇതുപോലെ വേറെ ആരോടെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ സ്വർണ്ണ മുട്ട ഇടിയിപ്പിക്കാം